ഗുജറാത്ത് കലാപം സംഘപരിവാർ ആസൂത്രണം ചെയ്തതാണെന്ന് ഗുജറാത്തിൽ നിന്നുള്ള സമ്മേളന പ്രതിനിധികൾ പറയുന്നു. ബിജെപിയുടെ തുടർച്ചയായ ഭരണത്തിന് കീഴിൽ സംസ്ഥാനം അതിവേഗം പുറകോട്ട് പോവുകയാണെന്നും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ രണ്ടാം കിട പൗരന്മാരെ പോലെയാണ് ജീവിക്കുന്നതെന്നും ഗുജറാത്തിൽ നിന്നുള്ള CPIM നേതാക്കൾ പറഞ്ഞുവെക്കുന്നു. ഗുജറാത്തിൽ CPIM ശക്തി കുറഞ്ഞ പാർട്ടിയാണ്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് 6 പ്രതിനിധികൾ. പക്ഷേ വർഗീയതയ്ക്കെതിരെ കൈക്കൊള്ളുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ്. സമ്മേളന പ്രതിനിധികളിൽ ഒരു മലയാളിയുണ്ട്, രാജ്കോട്ട് സ്വദേശി രാമചന്ദ്രൻ. BJP സർക്കാരിനെതിരെ സമരം ചെയ്തതിന് ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. നിരവധി ദിവസം ജയിലിൽ കിടന്നു. ഗുജറാത്ത് കലാപ സമയത്ത് സംഘപരിവാർ അഴിഞ്ഞാടിയപ്പോൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങിയവരിൽ രാമചന്ദ്രനും ഉണ്ടായിരുന്നു. ആ ദിനങ്ങൾ രാമചന്ദ്രൻ ഇങ്ങനെ ഓർത്തെടുക്കുന്നു. 26, 27, 28 ദിവസങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ പിന്നിൽ അണികളാണ് എന്ന് RSS പണികളാണ് എന്നുള്ള സ്പഷ്ടമായ സംഗതി തന്നെയാണ്. ഞാൻ നേരിൽ കണ്ട സംഭവങ്ങളാണ്. BJP പ്രവർത്തകരും RSS പ്രവർത്തകരുമാണ്. അവർ നാഗരി ബാങ്കിൽ രാത്രികാലത്തിൽ ഇതിൻ്റെ ആസൂത്രണം ചെയ്യുകയും എവിടെയെല്ലാം മുസ്ലിങ്ങൾ താമസിക്കുന്നു അവരെല്ലാം തെരഞ്ഞുപിടിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ച് പരിശോധിച്ച് പുറത്തുവായി പിറ്റേ ദിവസം ഇതിൻ്റെ അണികൾ പ്രവർത്തിച്ച RSS ആണ്, BJP പ്രവർത്തകരാണ് ഡെഫിനറ്റായിട്ട് പറയാൻ കഴിയും. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ് ഗുജറാത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ. എന്നാൽ BJPക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളാൻ കോൺഗ്രസോ ആപ്പോ തയ്യാറാവുന്നില്ല. സ്വന്തം നിലയിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗുജറാത്തിലെ CPIM നേതൃത്വം. മധുരയിൽ നിന്ന് K. രാജേന്ദ്രൻ.